എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സ്വന്തം നാട്ടിൽ മലയിൽ പോകുന്ന, അതായത് മുട്ടറ മരുതി മലയിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് ചുങ്കത്തറയിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഒരു ഓട്ടോ വിളിച്ച് വേണം നമുക്കിനി എവിടെ പോകാൻ, മുട്ടറ മലയിലോട്ട് പോകാൻ. നടക്കാനുള്ള ശേഷിയൊന്നും ഇനിയില്ല സുഹൃത്തുക്കളെ. അപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് വാങ്ങിച്ച മഞ്ചാണ് കേട്ടോ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഓട്ടോയൊക്കെ കിട്ടി. നമ്മൾ ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അമ്മ മഞ്ച് കഴിക്കുന്നു. അങ്ങനെ നമ്മൾ സ്കൂളിൻ്റെ അടുത്തെത്തി. ഇനി സ്കൂളിൻ്റെ അടുത്ത് ദീപേശോമൻ്റെ കടയിൽ നമ്മുടെ കമ്മലും സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ട് വെള്ളവും കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മലയിലോട്ട് പോവാണ്. ഇത് നമ്മുടെ സ്വന്തം പോസ്റ്റ് ഓഫീസ്, മുട്ടറയുടെ സ്വന്തം പോസ്റ്റ് ഓഫീസ്. ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് മല കാണാൻ പറ്റും കേട്ടോ. ഇവിടെ റോഡിൽ നിന്നാൽ തന്നെ നമുക്ക് മുട്ടറ മല നല്ല വൃത്തിക്ക് കാണാം. നടന്നു പോകുന്നൊരു പാടേ ഉള്ളൂ. അപ്പം നമ്മൾ കുറേ ദൂരമൊക്കെ നടന്നു. എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല. മലയെല്ലാം കൂടെ വീഡിയോ എടുത്ത് ഒരു വീഡിയോ ആക്കാൻ നല്ല പാടായിരിക്കുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ താഴെയൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. മലയുടെ വട്ടം ആൾക്കാർ താമസിക്കുന്നുണ്ട്. കുറച്ച് ദൂരം നടക്കണം. അമ്മയാണ് കേട്ടോ വെള്ളവും സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ തേര് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതുവഴി ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. സാധാരണ ഞങ്ങൾ വരുന്നത് സാധാരണ ഞങ്ങൾ വരുന്നത് സ്കൂളിൻ്റെ അപ്പുറത്തെ വശത്തൂടെ ഒരു ഇതുപോലെ റബ്ബർ തോട്ടം ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ കയറി പോവാറ്. ഊടുവഴി കൂടെയാണ് കയറി പോവാറ്. എന്താ അമ്മേ, അമ്മ ഒന്ന് ചിരിച്ചാണ് ഇങ്ങോട്ടൊക്കെ. അപ്പോൾ ഞാൻ കൂടെ നടക്കാം. അപ്പോൾ ഇതുവഴി ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ഈ നാട്ടുകാരിയാണെങ്കിലും അങ്ങനെ അധികം അങ്ങനെ വന്നിട്ടില്ല. അല്ലേ അമ്മേ? അല്ലേ? ഞാൻ കൂടിപ്പോയി എത്ര വട്ടം വന്നു? ഞാൻ കൂടിപ്പോയി ഒരു 3-4 വട്ടം വന്നിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് വന്നാലും പകുതിയൊക്കെ കണ്ടിട്ട് നമ്മളങ്ങ് തിരിച്ചു പോകുമായിരുന്നു. പക്ഷെ ഇന്ന് ഫുള്ള് കണ്ടിട്ടേ പോവുള്ളൂ. അയ്യപ്പാ, ഇനി അങ്ങനെ കുറേ വഴിയുണ്ട്. ഇങ്ങോട്ടെല്ലാം തോട്ടം കേട്ടോ. താഴെ കൂടെ റോഡ് പോകുന്നുണ്ട് കണ്ടോ. അവിടെ വീടുകളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഇതുവഴി മുമ്പോട്ട് പോകണം. അമ്മ അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ നമ്മൾ തേര് കയറി വന്നു കഴിയുമ്പോഴേ ഇവിടെ വീടുണ്ട് ഗൈസ്. വീട് ഉറക്കെ പറയാതിരുന്നാണ്. ഇതിൻ്റെ മുകളിലോട്ട് വീടുണ്ട്. പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അമ്മ പറഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വീടുണ്ടെന്ന്. അങ്ങനെ നമ്മൾ കുറേ നടന്ന് ഇങ്ങനെ എത്തി. അപ്പോഴത്തേക്കും മലയുടെ അടുത്ത് എത്താറായി കേട്ടോ. അവിടെ നല്ല വൃത്തിക്ക് ഈ മല പണ്ടിങ്ങനെ പൊട്ടിച്ചെടുത്ത ഭാഗം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ സൂം ചെയ്തിട്ട് അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. അങ്ങോട്ട് കയറിപ്പോൻ അമ്മയോട് ചോദിച്ചിട്ട് അമ്മയാണെങ്കിൽ സമ്മതിച്ചതുമില്ല. അവിടെ ഇനി ഇങ്ങനെ സാധാരണ പാറ പൊട്ടിച്ചെടുത്ത് താഴെ വെള്ളം കാണുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയോട് ചോദിച്ചത്. പക്ഷെ അമ്മ സമ്മതിച്ചില്ല. സാരമില്ല, പോകുന്ന വഴിക്ക് കാണാം. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെയൊക്കെ കുറേ വീടുണ്ട് കേട്ടോ. ഇവിടെ ടൂറിസം പദ്ധതി ഭയങ്കര കുറച്ചും കൂടെ മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടിയിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതാ ഇങ്ങനെയൊക്കെ കാണുന്നത്. നമ്മളങ്ങനെ കയറി വരുമ്പോൾ അവിടെ പണി ചെയ്യുന്നത് കാണാൻ പറ്റും കേട്ടോ. നോക്കിയിട്ട് വരാം. ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരട്ടെ? പോയിട്ട് ഓടി വരാം.
ഗൈസ് അവിടെ പണി നടന്നിട്ടിരിക്കുക കേട്ടോ. ഒന്ന് ഞായറാഴ്ച ആയിട്ട് ആരുമില്ല. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാവേ. ഓടിപ്പോ. ഇപ്പം വരാം. അയ്യോ എൻ്റെ അമ്മോ, അടിപൊളി. ഇപ്പം വരാവേ, ഇതാ വരുന്ന. ഞാൻ അവിടെ നിന്ന് ഓടി വന്നത് ഇവിടെ എന്തെങ്കിലും വെള്ളക്കെട്ട് വല്ലതും ഉണ്ടോ നോക്കാനാണ്. പക്ഷേ വെള്ളക്കെട്ടൊന്നുമില്ല. ഊറ്റിറങ്ങുന്നുണ്ട് കേട്ടോ. ഇത് മഴ പെയ്യുമ്പോൾ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഉള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആ അടിപൊളി അടിപൊളി. അയ്യോ സുഹൃത്തുക്കളെ, ഇന്ന് ഇച്ചിരി രാത്രി ആയാലും വേണ്ടിയില്ല, ഇതെല്ലാം കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഇതൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അപ്പുറത്തെ സൈഡിൽ കൂടെ വരുമ്പം നമ്മൾ തോട്ടത്തിൽ കൂടെ കയറുന്നു, പാലയുടെ മുകളിൽ എത്തുന്നു, അവിടെ കുറച്ച് സ്ഥലം കാണുന്നു, തിരിച്ചു പോകുന്നു. അത് മാത്രമായിരുന്നു. ഇത് പക്ഷേ അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇനി ഞാൻ എല്ലാ ആഴ്ച ഇവിടെ വരും. ഞാൻ ഒറ്റയ്ക്ക് വരും. ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു സന്തോഷം അല്ലേ അമ്മേ. നല്ല രസമുണ്ട്. അവിടെ വെള്ളമൊന്നുമില്ല. ഇതിലും രസമായിരുന്നു പണ്ടെന്നാണ് കേട്ടോ അമ്മ പറയുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി തുടങ്ങി. അമ്മയാണ് കേട്ടോ ആദ്യമേ പോകുന്നത്. അപ്പോൾ ഇനി സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മൂമ്മേനെയും അപ്പൂപ്പനെയും കാണാം. നമ്മുടെ കൂട്ടുകാരാണ് അവർ. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ക്ഷീണിച്ച ഇനി സ്റ്റെപ്പ് കയറാനുണ്ട്, കുറേ സ്റ്റെപ്പുകൾ കണ്ട. ഞാൻ മേലെ കയറിയിട്ട് ക്ഷീണിച്ചേ. അയ്യോ നടക്കാൻ വയ്യേ. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് വേറെ വഴികളൊക്കെ ഉണ്ടല്ലേ. ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാവുന്ന കുറേ വഴികളുണ്ട് കേട്ടോ. തോട്ടത്തിൽ കൂടെ ഒക്കെ എളുപ്പവഴികളുണ്ട്. പിന്നെ ഇതുവഴി വരാം. അങ്ങനെ വന്നിട്ടില്ല, ഞാൻ വന്നിട്ടില്ല. നമ്മളെപ്പോഴും എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ തോട്ടത്തിൽ കൂടെ ഒക്കെ കയറി വരുന്നുണ്ട്. ഇതുവഴി വന്നിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ച് ഇതുവഴി വരാമെന്ന്. അയ്യോ ഈ കമ്പിയുള്ളത് എന്താണ് കാര്യമായില്ലേ. ക്ഷീണിച്ച സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ഏകദേശം മുകളിൽ എത്താറായി കേട്ടോ. അല്ലമ്മേ ഇനി ഉണ്ടമ്മേ, ഏകദേശം ഒന്നും ആയില്ല. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി ഇവിടം വരെ എത്തി. ഇപ്പം തീരും പിന്നെ തീരും പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ സ്റ്റെപ്പ്. പക്ഷെ തീരുന്നില്ല. പിന്നെയും മേളോട്ട് നോക്കും, പിന്നെയും സ്റ്റെപ്പ് കിടക്കുക. അല്ലെങ്കിൽ തന്നെ വിശന്ന് ഭ്രാന്തെടുത്തിരിക്കുക. അപ്പോൾ ഇതാ പിന്നെയും അനന്തമായ സ്റ്റെപ്പുകൾ മേളിലോട്ട് കിടക്കുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം മുകളിലെത്തി. അയ്യോ ഓരോന്നൊന്നര നടത്തായിരുന്നു. അവിടെ പ്ലാസ്റ്റിക് ഇട്ട് വെക്കാനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്ലാസ്റ്റിക് അവിടെയൊക്കെ ഇടണം. കയറി വരുന്നവർ ആരെങ്കിലുമൊക്കെ വരുമ്പം അവിടെ ഇടണം. ഇനി നമ്മുടെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കട, നമ്മുടെ സുഭദ്രാമ്മയുടെ കട, കടയുടെ അവിടെ എത്തി. നമ്മൾ അമ്മൂമ്മ അവിടെ ഉണ്ട് കേട്ടോ. ഗൈസ് ഞങ്ങൾ വന്നുകൊണ്ട് അമ്മൂമ്മ ചോറുണ്ടാക്കുമെന്ന് അരി അടപ്പിടാൻ പോവാ. അമ്മ ഇവിടെ തീറ്റി കഴിഞ്ഞില്ല. ഇത് പൊന്നു, അമ്മൂമ്മയുടെ കൂട്ടുകാരനാണ്, പക്ഷെ പൊന്നു എന്ന് വിളിക്കുന്നത്. പൊന്നുവേ. പക്ഷെ നല്ല രസമുണ്ടല്ലോ. ഒരു കൊച്ചു വീടായിരുന്നെങ്കിൽ ഇത്. മുറ്റത്ത് പാറ, മരം, രസമായിരുന്നു. അമ്മമ്മയുടെ കടയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ടിലോയുണ്ട്, ഉപ്പിലിട്ട മാങ്ങ തീർന്നു, കുപ്പിയും വെള്ളമുണ്ട്, പിന്നെന്തുവാ കപ്പലണ്ടിയുണ്ട്, പെട്ട് കേക്കുണ്ട്, പിന്നെ ഗൂഗിൾ പേ ഉണ്ട്, മിച്ചർ കുഴലപ്പം ചിപ്സ്, മുറുക്ക് അച്ചപ്പം ചിപ്സ്.
അതിലുള്ളതാണ് ഗൈസ് പറയുന്നത്. പിന്നെന്തുവാ, കപ്പലണ്ടി അല്ല മിച്ചർ മുട്ടായി, മഞ്ച്, നാരങ്ങ മുട്ടായി, പിന്നെ കപ്പലണ്ടി മുട്ടായി, തുറക്കാക്കുന്നില്ല. കിൻഡർ ജോയ് ഉണ്ട് ഇതിനകത്ത്, കിൻഡർ ജോയ് കിടപ്പുണ്ട്. പിന്നെ ഗ്യാസ് മുട്ടായി, ബൂമർ. യോ, ബൂമർ കണ്ടപ്പോൾ നൊസ്റ്റ് പഠിക്കുന്നു ഗൈസ്. കമ്പ് മുട്ടായി എല്ലാം തീർന്നു കേട്ടോ. അപ്പൂപ്പൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയേക്കുവാ. പിന്നെ ഇതെന്തുവാ, ഇത് ഞാൻ തിന്നിട്ടില്ല കേട്ടോ. ഇത് പേരെന്തുവാ, ചിപ്രുവോ ചിപ്രൂന്ന് തിരിഞ്ഞു കിടക്കുന്നുണ്ട്, കണ്ടില്ല. അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ മുട്ര മല കാണാൻ വരുന്ന ആൾക്കാരെല്ലാം അമ്മൂമ്മയുടെ കട ഇങ്ങ് മേളില കേട്ടോ, മലയുടെ മേളില എല്ലാവരും വന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് അമ്മൂമ്മയെ സഹായിക്കണം ഗൈസ്. അടുത്തതായി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ചടങ്ങാണ് ചോറ് കഴിക്കുക എന്നുള്ളത്. ഉച്ച സമയം അതിക്രമിച്ചു, വിശപ്പ് കൂടിയിരിക്കുകയാണ്, ഇനി നിയന്ത്രണമില്ല. അങ്ങനെ അമ്മൂമ്മയ്ക്ക് കഴിക്കാൻ കൊണ്ടുവന്ന ചോറിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ കഴിച്ചു. പിന്നെ നമ്മൾ 2 പൊതി രാവിലെ കാപ്പി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, ഏതോ ഒരു സംഘടനക്കാർ കൊണ്ടുവരുന്നത്. അങ്ങനെ ആ കാപ്പി 2 പൊതി ഉണ്ടായിരുന്നു. അതിൽ 1 പൊതി ഞങ്ങൾ രാവിലെ കഴിച്ചു, ബാക്കി 1 പൊതി ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ കൊണ്ടുവന്നു, അതും ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു. പിന്നെ മധുരക്കിഴങ്ങുണ്ടായിരുന്നു, അത് കഴിച്ചു. അങ്ങനെ കഴിക്കുന്നു കാര്യം പറയുന്നു, കഴിക്കുന്നു കാര്യം പറയുന്നു. എന്തായാലും കഴിപ്പും കാര്യം പറച്ചിലും അമ്പലത്തിലെ വിശേഷങ്ങളും അങ്ങനെ എല്ലാം എന്താണ് ഒരുമിച്ച് നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേട്ടോ നമ്മുടെ കാവുള്ളത്. ഇവിടെ മലയുടെ മുകളിലൊരു കാവുണ്ട്. ആ കാവ് ഈ ഭാഗത്താണ് കാണുന്നത്. ഇത് ആലും മാവും കൂടി ചേർന്നിട്ടുള്ള ഒരു മരമാണേ. ആരും അവിടെ നിന്ന് കൂവുന്നുണ്ട്. അപ്പം നമ്മളിനി മലയൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു തരിക. ആഹാ, കാവിൻ്റെ അടുത്തുനിന്ന് മണി ശബ്ദം, മണിനാദം നല്ല രസമുണ്ട് കേൾക്കാൻ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ കാവ് എൻ്റെ അമ്മേ, അടിപൊളി. നല്ല രസമുണ്ട്. അല്ല, അയ്യോ അവിടെ രണ്ട് കുപ്പിൾസ് അല്ല, അയ്യോ അവിടെ കുപ്പിൾസ് ഇരിക്കുന്നു, എനിക്ക് നാളെ വരുന്ന അവിടെ കുപ്പിൾസ് ഇരിക്കുന്ന സുഹൃത്തുക്കളെ, കുപ്പിൾസ് ആരൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് കൂട്ടുകാർ പെൺകുട്ടികൾ അവിടെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ 2-3 പേര്. ഏതാ, തെന്നൂരൊന്നുമല്ല. അയ്യോ അടിപൊളി, നല്ല രസമുണ്ട്. ഇവിടെ വന്നിട്ടേ രാവിലെ വരണം. രാവിലെ വന്നിട്ടൊരു 3-4 മണിക്കൂർ ഇല്ലമ്മേ ചുമ്മാ ഇവിടെ ഇരിക്കണം. ഒരു 3-4 മണിക്കൂർ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കണം, നല്ല രസമായിരിക്കും. അമ്മ മറ്റേ കുളം എവിടെ അമ്മേ? ആ കുളത്തിൻ്റെ പേരെന്തായിരുന്നു? കുളം അവിടെ. ഈ 2 ചെറിയ കുളങ്ങൾ, അതായത് ഇപ്പോൾ കാണുന്ന 2 ഈ 2 ചെറിയ കുളങ്ങൾ എന്താണ് ഏതുണക്കത്തും വെള്ളം വറ്റാതെ ഇങ്ങനെ കിടക്കും കേട്ടോ. അതായത് ഈ കുളത്തിൽ വെള്ളം വറ്റാതെ ഇങ്ങനെ കിടക്കും. പിന്നെ എന്തൊക്കെയോ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അമ്മ കുറച്ചൊക്കെ മറന്നുപോയി. എനിക്ക് ഇമ്മണിയൊക്കെ അറിയാമായിരുന്നു, അതൊക്കെ ഞാനും മറന്നുപോയി. കുറച്ചൊക്കെ ശകലേച്ചയൊക്കെ അറിയാം, അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ എല്ലാ സ്ഥലങ്ങളും. അങ്ങനെ അവിടെ നേരത്തെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് കൂട്ടുകാരും കുറച്ച് പെൺകുട്ടികളില്ല, അവരുടെ കൂടെ നമ്മളും കൂട്ടൊക്കെ കൂടി നമ്മളെല്ലാവരും കൂടെ ആണ് കേട്ടോ ആ കുളം കാണാൻ പോയത്. ഒരു വേലി പോലെയൊക്കെ ഇല്ലേ, അതും കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങിപ്പോയാലേ അത് കാണാൻ പറ്റുള്ളൂ. പോകുന്നവർ സൂക്ഷിച്ച് പോയി കാണണം. ഇങ്ങോട്ട് നോക്കുമ്പേ ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല കേട്ടോ. ഇങ്ങോട്ടെല്ലാം ഭയങ്കര കാട്, ഇതൊക്കെ കാട്. ഞങ്ങൾക്ക് വഴി തെറ്റി. ഞങ്ങൾ ചുമ്മാ ഒരു സാഹസികത കാണിക്കാൻ വേണ്ടിയിട്ട്, അയ്യോ പക്ഷെ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. സാഹസികത
സാഹസികത കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പാറയുടെ മുകളിലോട്ട് ചാടിയേ. ഇങ്ങോട്ട് ചാടി കയറിയതാ. ഇനി ഇങ്ങനെ ചാടി അങ്ങനെ ചാടി ഇപ്പുറത്ത് ചാടി അപ്പുറത്ത് ചാടി അവിടെ എത്തണം. ഒന്നും ഒരാവശ്യവും ഇല്ലായിരുന്നു. അതുവഴി വഴി കണ്ടപ്പം അതിലേ കൂടെ ചാടി കയറിയാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഉദ്ദേശിച്ചത് അഡ്വഞ്ചറാണ് അമ്മേ. പക്ഷേ ഇല്ല, വീട് കൊള്ളാം. കണ്ടോ കണ്ടോ ഗൈസ്, അവരുടെയൊക്കെ ഒരു ഭാഗ്യം രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഈ മല കാണാം. അമ്മ എന്ത് പറയുന്നു? അമ്മേ അമ്മേ നിക്ക്. അമ്മ പറ, അമ്മയുടെ മോൾ അമ്മയെ മുട്ടമലയിൽ കൊണ്ടുവന്നതിൽ അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? പറ, എന്ത് തോന്നുന്നു? നിന്നെ ഞാൻ കൊണ്ടുവന്നതില്ല. അല്ല, ഞാൻ അമ്മയെ കൊണ്ടുവന്നതിൽ. ഞാനും വന്നിട്ടില്ല, നീ അതാണ് കേട്ടോ സത്യം. അല്ല, ഒറ്റയ്ക്ക് വരും. ഹായ്, എനിക്ക് വേണ്ടി രണ്ടുപേരോട് കാത്തിരിക്കും. എൻ്റെ രണ്ട് ചോട്ടൻ, നമുക്ക് ചോട്ടന്മാരെ കാണാം. ഇവിടെ ഒരാൾ കിടപ്പുണ്ട് കേട്ടോ, അത് ചേച്ചിയാണ്. നമുക്കില്ല ചേട്ടനെ കാണാം. ചോട്ടാ ചോട്ടാ, വാവ്, 3 ചോട്ടന്മാർ. ചോട്ടാ ചോട്ടാ വേണ്ട വേണ്ട, ഇനി നിന്ന കടി ഉണ്ടാലോ. ഇവിടെ വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ ഇപ്പം വിശ്രമിക്കേണ്ടവർ വിശ്രമിക്കാതെ വേറെ എങ്ങോ കിടക്കേണ്ടവർ ഇവിടെ ഒന്ന് വിശ്രമിക്കുന്നു. അതായത് എൻ്റെ ചോട്ടന്മാർ. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. എന്താണ്, നമ്മൾ വേറെ ആൾക്കാരുടെ കൂടെയൊക്കെ വരുമ്പം എന്തുവാ എല്ലാം പെട്ടെന്ന് കണ്ട് അവരുടെ അടുത്ത് കാര്യം പറഞ്ഞ് അങ്ങനെയൊക്കെ പോകും. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നല്ലതായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. വേറെ ആരുമില്ല, കാണാനൊക്കെ ആൾക്കാരുണ്ട്. എന്താ പോവാമേ? വാവ്, സോ ബ്യൂട്ടിഫുൾ. ഇവിടെ എല്ലാ ആപ്പും ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. മൊത്തത്തിൽ അടിപൊളിയാട്ടോ, മൊത്തത്തിൽ അടിപൊളിയാണ്. നല്ല കാറ്റ്, എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല. ഈ നിശബ്ദത ആഗ്രഹിക്കുന്നവർ വേണമെങ്കിൽ ഇവിടെ വന്നോ. നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് എത്ര നേരം വേണമെങ്കിലും ഇരുന്നിട്ട് പോവാം. ഇപ്പം നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ മലയിൽ കയറാം. ഇപ്പം നമ്മുടെ ടൂറിസമൊക്കെ പച്ച പിടിച്ച് വരുവാണ്. അതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇവിടെ കയറേണ്ട അവസ്ഥ വരും. അതിന് മുമ്പിട്ട് എല്ലാവരും ഇവിടെ വരൂ, മുട്ടമല കാണൂ, ആസ്വദിക്കൂ, സന്തോഷിക്കൂ, തിരിച്ചു വീട്ടിൽ പോകൂ. ആരോ പറയുന്നേട്ടോ വീഡിയോ പിടിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഈ ഒരു അരണം, മുട്ടനൊരണം ഇതിൻ്റെ കീഴിലോട്ട് പോയി. കണ്ടോ എൻ്റെ വാല്? ഇനി നമ്മൾ ഇതുവഴി കയറാൻ പോവാട്ടോ. നീ കടിക്കുമേ? അമ്മേ, തെറ്റിടിച്ച് വീട്ടിലെ പിടിക്കണം. നമ്മൾ താഴെ നിന്ന് മറ്റേ കണ്ടില്ലേ പാറ പൊട്ടിച്ചിട്ട് ആ സംഭവം? അവിടെയല്ല, ഇത് അതിൻ്റെ ഇച്ചിരിയും കൂടെ അകത്തോട്ട് കയറി വരുമ്പോഴുള്ള കാഴ്ച കേട്ടോ. അത് അകത്തോട്ട് ഞാൻ പോയില്ല, മുകളിൽ നിന്ന് എടുക്കുക. നല്ല രസമുണ്ട്. വാവ് വാവ് വാവ്. ഞങ്ങൾ ചെരുപ്പ് ഊരി. ഇല്ല, അതാ ഞാൻ പറഞ്ഞേ കുറേ സ്ഥലം കൂടെ കാണാനുണ്ട് പോവാന്ന്. അന്ന് വന്നപ്പോഴും നമ്മൾ കുറച്ച് ജസ്റ്റ് അവിടെ ആൾക്കാർ സ്ഥിരം നിൽക്കുന്ന കുറച്ച് സ്ഥലം കണ്ടിട്ടങ്ങ് തിരിച്ചു പോയി കേട്ടോ. ഇത് ഞാൻ ഫോണിൽ കൂടെ പകർത്തുമ്പം എത്ര രസം കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അടിപൊളിയാണ് സുഹൃത്തുക്കളെ, അടിപൊളിയാണ്. എല്ലാവരും ഒരു ദിവസം വായോ, വരുമ്പോൾ എന്നെയും കൂടെ വിളിക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, മഴയത്തൊന്നും ആരും ഇവിടെ ഒന്നും വന്ന് നിൽക്കരുത് കേട്ടോ. തെറ്റിയടിച്ച് അങ്ങനെ വീണ അമ്മയില്ല. അത് നോക്കുമ്പോ അതെന്തോമേ ഇത് കണ്ടോ? അതല്ല, ഇല്ല, പാറ അടിക്കാൻ തുടങ്ങിയ മഞ്ഞ കളർ പോലെ. കടന്തല. തേനീച്ചയാണോ? തേനീച്ചക്കൂടാന്നോ? നമ്മൾ നേരത്തെ വന്ന വഴിയാണ് കേട്ടോ അതാ കാണുന്നേ. പക്ഷെ എന്തേ ഊറ്റുവെള്ളം ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാ. ഞാൻ അതിൻ്റെ അകത്തൂടെ വെള്ളം വിടുന്നുണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ അകത്തോട്ട് കയറിപ്പോയത്. നല്ല കാറ്റുണ്ട്, മഴ വരുന്നുണ്ട് സുഹൃത്തുക്കളെ, മഴ വരുന്നുണ്ട്. ഇതിപ്പം എന്താണ്, ടൂറിസം എന്നൊരു ചിന്ത വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ കിട്ടിയതല്ലേ. പണ്ട് എൻ്റെ കുഞ്ഞുനാളിൽ ഇങ്ങനെയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. വേറൊരു കാര്യം കേൾക്കണോ? ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ വേര് പോലെ കെട്ടിയേക്കുന്നില്ലേ, അതിൻ്റെ അപ്പുറത്തൂടെ നമുക്ക് പണ്ട് ഇവിടെ ഇങ്ങനെ
എത്ര വേനലായാലും വെള്ളം പറ്റാത്തൊരു കുളമുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാനും അമ്മയും കൂടെ അങ്ങോട്ട് പോയത്. നേരത്തെ കാണിച്ചില്ലേ. അപ്പോൾ അവിടെ നിന്ന് 2-3 പിള്ളേർ വെച്ച് വ്ളോഗറാണോ എന്ന് നമുക്കല്ലേ അറിയൂ നമ്മൾ ഉച്ച വെച്ച് തുടങ്ങിയ കുട്ടികളാണെന്ന്. അല്ലേ അമ്മേ? എല്ലാം മറ്റേ കൊണ്ട് കരണ്ടിരിക്കുന്നു. പിന്നെ അതാ ഇവിടെ ഊറ്റാട്ടോ, ഊറ്റുവെള്ളം ഒഴുകുന്നുണ്ട്. മഴയാകുമ്പോൾ ശരിക്കും വെള്ളം. മീനാന്നോമ്മേ? മീനാന്നോന്ന്, എന്തോ തവള എങ്ങോട്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് പോണ്ട, പേടിയാ, കൊക്ക പോലെ കിടക്കുക. സുഹൃത്തുക്കളെ, ഇതാ ഭാനുമതി വഴിത്താരയിലേക്ക് കടന്നു വരുന്നു. ഭാനുമതി എങ്ങോട്ട് കയറി പോന്നേ ദൈവമേ. കണ്ടോ, ഇങ്ങോട്ടൊന്നും ആരും ഇറങ്ങി വരല്ലേ, പ്രത്യേകിച്ച് മഴ സമയത്ത്. ഇപ്പോൾ ഉണക്കായതുകൊണ്ട് ഞങ്ങളിങ്ങനെ മലയും കാടും ചാടിയൊക്കെ നടക്കുന്നവരായതുകൊണ്ടും പേടിയില്ലാത്തതുകൊണ്ടും ഒക്കെയാണ്. പേടിയില്ലെന്ന് മൊത്തത്തിൽ പറയാൻ പറ്റില്ല, ചെറിയ പേടിയുണ്ട്. എന്നാലും മഴയില്ലാത്തതുകൊണ്ട് കേട്ടോ പോകുന്നേ. മഴ ഉള്ളപ്പോഴൊന്നും ആരും ഇങ്ങനെയൊന്നും ഉള്ള സ്ഥലത്തുനിന്ന് ഇറങ്ങി പോകും. കണ്ടോ, അപകടം പിടിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സോ വന്നാൽ സേഫായിട്ടെല്ലാം കാണുക, തിരിച്ചു പോവുക. പിന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 24 മണിക്കൂറും കാറ്റ് കേട്ടോ, നല്ല കാറ്റാണ്. ഏത് ചൂടത്ത് വന്നാലും നമ്മൾ ചൂടറിയത്തില്ല, അതുപോലെ നല്ല കാറ്റാണ്. പിന്നെ കുരങ്ങന്മാരൊക്കെ പണ്ട് മുതലേ ഇവിടെ ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ആരെയും കാണുന്നില്ല ഗൈസ്. എല്ലാവരും എന്താണ് നാട്ടിലോട്ട് ഇറങ്ങിക്കുക, ഭക്ഷണമൊന്നും ഇവിടെ കിട്ടാത്തതുകൊണ്ടേ ഗൈസ്. അവിടെ കേട്ടോ ഞാൻ പഠിച്ച മുട്ര സ്കൂള്. കുറച്ചൊരു അങ്ങോട്ട് പോയെടുക്കാം അല്ലേ, കുറച്ചൊരു അങ്ങോട്ട് പോയെടുക്കാം. ഞാൻ പഠിച്ച മുട്ര സ്കൂൾ, ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ +1 +2 പഠിച്ചോളൂ അല്ലേ അമ്മേ? +1 +2 പഠിച്ചോളൂ. പക്ഷെ ഞാൻ അതിപ്പോൾ ദുഃഖിക്കുന്നു. എൻ്റെ നാട്ടിലെ സ്കൂളിൽ വേണമായിരുന്നു ഞാൻ 1 മുതൽ പഠിക്കാൻ, അല്ലേ അമ്മേ? അല്ലേ? അങ്ങനെ നമ്മൾ നടന്ന് എന്തോരം നടന്നറിയത്തില്ല. കാല് കിടക്കുന്നുണ്ട്, നല്ല ക്ഷീണമുണ്ട്. പക്ഷേ ഇത് കാണാനുള്ള ഒരു ത്വരയുണ്ടല്ലോ, അത് നമ്മളെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ, അമ്മ ഇരിക്കുന്നുണ്ട്, ആ സ്ഥലത്ത് നമുക്കിരിക്കാം, മഴ നനയത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മലയുടെ മുകളിൽ കുറേ പുല്ലുണ്ട്, പണ്ട് മുതലേ കുറേ പുല്ലുണ്ടായതുകൊണ്ട് അപ്പോൾ എന്താണ് അതിനൊക്കെ തീ പിടിച്ചും ഒക്കെ കുറേ കുരങ്ങന്മാർ ചത്തുപോയിട്ടുണ്ട് കേട്ടോ. കുറേ കുരങ്ങന്മാർ ഒരു തവണയൊന്നും അല്ല കേട്ടോ, 1, 2, 3 തവണ അല്ലേ. മുട്ടിലെ പള്ളി, നമ്മുടെ പെട്രോൾ പമ്പ് എന്തേ? പെട്രോൾ പമ്പിൻ്റെ അവിടെ മണ്ണെടുക്കുന്നത്. മണ്ണെടുത്ത് തന്നില്ലേ, അതിൻ്റെ താഴെയാണ് പെട്രോൾ പമ്പ്. അമ്മേ പിടിച്ച് കയറി വാ. ഈ സ്റ്റെപ്പ് കയറി എന്താണ് ഇതേപോലെ ചെറിയ ചെറിയ പാറകളുടെ മുകളിൽ കൂടെയാണ് ഈ സ്റ്റെപ്പ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ കൂടെ കയറിയാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് എല്ലാ സ്ഥലവും കാണാൻ പറ്റും. ഇച്ചിരിയും കൂടെ ശക്തിക്ക് കാറ്റപ്പോൾ അടിക്കും, നല്ല രസമാണ്, അതൊരു പ്രത്യേക ഫീലാണ്. ഇവിടെ വരുന്ന എല്ലാവരും എന്തായാലും ഇവിടെ കയറാതെ പോകത്തില്ല, അത് ഉറപ്പാണ് കേട്ടോ. പിന്നെ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയൊരു നല്ല സ്പോട്ടാണ്. അപ്പോൾ വരുന്നവരെന്തായാലും അങ്ങനെ നമ്മൾ നടന്നു, അയ്യോ കാടേ, അങ്ങനെ നമ്മൾ നടന്ന് ഓഫീസിൻ്റെ അവിടെ എത്തി കേട്ടോ. ഇവിടെ ഓഫീസർമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ഒന്നും പറയാതെ അനങ്ങാതെ വീഡിയോ എടുക്കാം. ഇവിടെ നിന്ന് വെള്ളം കുടിച്ചല്ലേ? ഇവിടെ കിണറുണ്ടോ? കണ്ടോ ഗൈസ്, ഇവിടെയൊക്കെ കാട് കയറി കിടക്കുമല്ലേ. അങ്ങോട്ട് പോയാലോ? വേണ്ട, നമുക്ക് പോവാം. അങ്ങോട്ട് പോണ്ടേ? അങ്ങനെ കറങ്ങി അവിടെ ചെന്ന് ഇരുന്നിട്ട് നമുക്ക് വീട്ടിൽ പോകാം. എനിക്ക് അങ്ങോട്ടൊന്ന് ഓടിപ്പോയി നോക്കിയിട്ട് വരാം. ഇതിൻ്റെ മുകളിൽ കയറിയാലേ ചുറ്റുമുള്ള എല്ലാ സ്ഥലവും നല്ല വൃത്തിക്ക് കാണാം. മുണ്ടാമൂട് തൊട്ട് അങ്ങ് ഓടനാവട്ടം പള്ളി, എന്തി പള്ളി, പള്ളി എല്ലാം കാണാം. പക്ഷേ ഏതോ ഭാഗത്ത് നിന്നാൽ മറ്റേ ജടായു പാറ ചെറിയത് ശകലേച്ച കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ അത് ഏത് ഭാഗമാണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ അമ്മൂമ്മയുടെ ഒക്കെ കടയുടെ അടുത്ത് എത്താറായി കേട്ടോ. ക്ഷീണിച്ച് നമ്മൾ അല്ലല്ല അങ്ങോട്ടാ, അവർ ഇതുവഴി വന്നത്. അവർ പാറയുടെ അവിടെ നിന്ന് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ അമ്മൂമ്മയുടെ കടയുടെ അടുത്ത് എത്താറായി. ക്ഷീണിച്ചേട്ടോ, ഒത്തിരി നടന്ന്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെ നടത്തിയൊന്നുമില്ലല്ലോ അല്ലേ അമ്മേ? നടക്കുന്നെങ്കിലും വീട് തൊട്ട് ബസ് സ്റ്റോപ്പ് വരെ, ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട് വരെ അത്രയും ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ കാലൊക്കെ കഴിക്കുന്നു. പക്ഷെ കൊള്ളായിരുന്നല്ലേ അമ്മേ?
സമയമില്ല, വൈകിട്ടാവാറായി. പിന്നെ ചെറിയ മഴക്കോളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ പോവാം. രാവിലെ വരാമെങ്കിൽ എല്ലാമേ നമുക്ക് എത്ര നേരം വേണമല്ലോ ഇവിടെ ഇരിക്കാം, ആരും ഒന്നും പറയത്തില്ല. ശനി ഞായറൊക്കെ വന്നാൽ പിന്നെയും ആൾ കാണും ബാക്കിയുള്ള ദിവസങ്ങളെക്കാട്ടിലും. നമ്മുടെ അമ്മൂമ്മയുടെ കട എത്താറായി, നമുക്ക് അങ്ങോട്ട് പോകാം. ഹായ്, വീണ്ടും 2 ചോട്ടന്മാർ. അതത്തോടെ ചാടി ചെവിക്കത്ത് പിടിക്കണം. എന്തിനാ നിനക്കൊന്നും പറയാല്ലേ? എടാ എന്തായാലും പറയടാ, ബിസ്ക്കറ്റ് മേടിച്ചു തരാം. എടാ നീ ഫേമസ് ആകാൻ പോവാ. വല്ലതും പറയാണ്ടെങ്കിൽ പറ. ചാടി പിടിക്കണം. വേണ്ട, അവ ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മളവിടെ നിന്ന അവൻ്റെ ഇന്ന് കടി മേടിച്ച് കൂടെ നിന്നത്തിന് നമ്മുടെ അമ്മൂമ്മയുടെ അപ്പൂമ്മൻ്റെ കടയെടുത്ത് തറയും. അവരെന്ത് ചെയ്യാൻ നോക്കാം, കഞ്ഞിയായോ നോക്കാം. കഞ്ഞി കുടിച്ചിട്ടേ പോവും കേട്ടാ, വയറ് വിശക്കുന്നു. പൊന്നു ഇവിടെ കിടപ്പുണ്ട്. പൊന്നു പൊന്നൂസേ, അമ്മ എന്ത് ചെയ്യും അമ്മേ? ചായ അമ്മ ചായ ഇടട്ടെ. അങ്ങനെ പാലടുപ്പത്തിരിക്കുന്നു, അമ്മ ചായ ഉണ്ടാക്കുന്നു. പിന്നെ നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് അങ്ങനെ എല്ലാം കഴിച്ചിട്ടും മതിയാവാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും കഞ്ഞി കുടിച്ചു. അപ്പോൾ പുറത്ത് അവിടെ കാണാൻ വന്നവരൊക്കെ പുറത്തിരിപ്പുണ്ട്, അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അമ്മമ്മ ചായ ഇടുന്നത്. നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് എല്ലാം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുക. കാരണം എന്ന് വെച്ചാൽ മഴക്കോള് വരുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വരണം. ഫോണിൽ കണ്ടാൽ എത്രത്തോളം എന്താണ് അത് അതിൻ്റേതായ രീതിയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നേരിട്ട് വന്ന് കണ്ടാൽ അടിപൊളിയായിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ അമ്മൂമ്മയും അപ്പൂപ്പനെയും നമ്മൾ പരിചയപ്പെടുന്നത് ഉത്സവ കച്ചവടത്തിന് പോയാണ് കേട്ടോ. അവിടെ അവർ രണ്ടും കൂടി ചായ കടിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് അവരുടെ ഒരു ചെറിയ കട, നമ്മൾ കമ്മലുമായിട്ട് നമ്മുടെ ഒരു ചെറിയ കട, അങ്ങനെ ചെറിയ കടയിലെ വലിയ ആൾക്കാർ തമ്മിൽ കൂട്ടായി, ഇപ്പം നല്ല കൂട്ടായി. അങ്ങനെ തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടാം എന്ന് വിചാരിച്ച് പാട്ട് പാടി ഒരു റീലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പാലയുടെ അടുത്തോട്ട് പിന്നെയും പോയത്. പക്ഷേ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, മഴക്കോളൊക്കെ വന്ന്. പിന്നെ ഫോണിന് അത്ര ക്ലാരിറ്റി ഇല്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുന്നു. വേറൊരു ദിവസം റീലെടുക്കാം എന്ന് വിചാരിച്ചു. തിരിച്ച് നമ്മൾ വരുന്നത് ഈ മലയുടെ മുകളിലോട്ട് സാധനങ്ങൾ കൊണ്ട് വണ്ടി പോകുന്ന വഴിയെ കൂടിയാണ് കേട്ടോ. അത് അപ്പൂപ്പനാണ് നമ്മൾക്ക് ആ വഴി കാണിച്ചിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേറെ ഇഷ്ടംപോലെ വഴികളുണ്ടെന്ന്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്ക് ആ വഴികളെല്ലാം അറിയാം. അതാണ് സംഭവം. അങ്ങനെ നമ്മൾ റോഡിലെത്തി. ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തും. സ്കൂളിൻ്റെ അടുത്ത് വെളിയിൽ കാണുന്ന ഈ കുഴൽക്കിണറിൽ നിന്നാണ് കേട്ടോ മലയിലേക്ക് വെള്ളം പോകുന്നത്. അങ്ങനെ നമ്മൾ ഓട്ടോയിലൊക്കെ കയറി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഉടനെ പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ, ടാറ്റാ, സീ യു.